ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നൊരു നമുക്ക് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഗുണ്ടൽപേട്ട് പോകാനായിരുന്നു. അപ്പം ജോർജിൻ്റെ ബ്രദർ അങ്ങനെ ഗുണ്ടൽപേട്ട് പോയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ സ്ഥിരം പോകുന്നത്, എൻ്റെ വീട് കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോകുന്നതും വരുന്നൊക്കെ ഗുണ്ടൽപേട്ട് വഴിയാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റോപ്പ് ചെയ്തൊക്കെ കാണാറുണ്ട്. അപ്പം അനിയനും കൂടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഗുണ്ടൽപേട്ട് പോകാമെന്ന്. പക്ഷേ പോകുന്ന ദിവസം രാവിലെ ആയപ്പം ആൾ ഡ്രോപ്പ് ഔട്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വേറെ എവിടെയെങ്കിലും പോകാമെന്ന്. അപ്പം അങ്ങനെ ഓർത്തപ്പം പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളതൊരു നന്ദി ഹിൽസാണ്. പക്ഷേ നന്ദി ഹിൽസ് ഒത്തിരി പ്രാവശ്യം പോയിട്ടുമുണ്ട്. പിന്നെ ഇപ്പം ആ നന്ദി ഹിൽസിലേക്ക് നമുക്ക് അടുക്കാനേ പറ്റത്തില്ല, ബിക്കോസ് ഭയങ്കര ട്രാഫിക്. അതും സാറ്റർഡേ എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസ് എന്തായാലും ഇല്ല, നമ്മുടെ ലിസ്റ്റിലേ ഇല്ലാത്ത സ്ഥലമാണ് നന്ദി ഹിൽസ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദിയോഗിയുടെ സ്റ്റാച്യു ഉണ്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹൈവേയിലൊക്കെ കയറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ചാറ്റൽ മഴയുണ്ട്, എന്നാൽ പോലും ഭയങ്കര ശക്തമായ മഴയില്ല. അതുപോലെ ചില സ്ഥലത്ത് ആകാശം നല്ല ക്ലൗഡിയാണ്, ചില സ്ഥലത്ത് നല്ല സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഗുണ്ടൽപേട്ടായിരുന്നു ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ആയപ്പോൾ പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി പതുക്കെയാണ് എണീറ്റത്. അപ്പം നമ്മൾ പോകുന്നത് ദേവനഹള്ളി വഴിയാണ്. ദേവനഹള്ളിയാണ് നമ്മൾക്ക് എയർപോർട്ടുള്ളത്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ നമ്മൾ ദേവനഹള്ളി വരെ എത്തണ്ട, അതിന് മുമ്പേ നമ്മൾ തിരിഞ്ഞാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. എനിക്ക് സ്ഥലപ്പേര് കറക്റ്റ് അറിയത്തില്ല, ചിക്കബല്ലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മൾ ദേവനഹള്ളിക്ക് മുമ്പേ തിരിയും. പക്ഷേ കുറേ റോഡ് നമ്മൾ എയർപോർട്ട് റോഡ് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് നമുക്ക് നന്ദി ഹിൽസ് കാണാം, നന്ദി ഹിൽസിൻ്റെ ഹില്ല് കാണാം. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ഹില്ല് നല്ല എന്താ പറയുക ക്ലൗഡി ആയിട്ട് കിടക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ബെഡ് ക്ലൗഡ്സൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു. ബിക്കോസ് ഞാൻ ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്, 5-6 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാൻ ബെഡ് ക്ലൗഡ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാണാൻ പറ്റിയാലോ. അപ്പം ഞങ്ങൾ ഇതായി കാണുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഗൂഗിളിട്ട് നോക്കി, ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരാം, ബ്ലോക്ക് ആണെങ്കിൽ പോവണ്ട, നമ്മുടെ സെയിം റൂട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പം ഫുൾ ബ്ലൂ ആണ്, അതിനർത്ഥം ലൈക്ക് ബ്ലോക്കേ ഇല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ചാൽ ഓക്കെ പോവാം, ഇനിയിപ്പോൾ ഇൻ കേസ് അവിടെ ചെല്ലുമ്പം ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്നില്ലേ, കാണുന്നതാണ് നന്ദി ഹിൽസിൻ്റെ ഹിൽസ്. അപ്പോൾ ഞങ്ങൾ ഡി റൂട്ട് നമുക്ക് ചെയ്യണം, നമുക്ക് വേറൊരു വഴിക്കാണ് പോകേണ്ടത്. പക്ഷേ അത് ഒത്തിരി അങ്ങ് എത്തിക്കഴിയുമ്പോഴാണ് ഒരു 15 കിലോമീറ്റേഴ്സ് മുന്നേയൊക്കെ നമുക്ക് ഡിവൈറ്റ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ നന്ദി ഹിൽസിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാവേ.